അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് യോജിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ശരിയായ രൂപവും കൂടി അതിൻ്റെ നോക്കാം. ചോദ്യം 1. നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സം. ബോധക്ഷയം. ചോദ്യം 2. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം. തയമ്മും ചെയ്യൽ. ചോദ്യം 3. നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത്. മുട്ടുപൊക്കളിൻ്റെ ഇട. ചോദ്യം 4. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. ചോദ്യം 5. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ചോദ്യം 6. നിസ്കാരത്തിൽ അല്ലെങ്കിലും സജദയുടെ ആയത്ത് ഓതിയവന് സുജൂദ് സുന്നത്താണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ളതാണ്. ചോദ്യം 1. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ചോദ്യം 2. റവാത്തിബിലെ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. ചോദ്യം 3. ളുഹ നിസ്കാരം കൂടിയാൽ 8 റക്അത്ത്. ചോദ്യം 4. വിത്ർ നിസ്കാരം പൂർണ്ണമായത് 11 റക്അത്ത്. ചോദ്യം 5. തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. തഹജ്ജുദ് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ്. ചോദ്യം 2. സ്വലാത്തു തസ്ബീഹ് 300 തസ്ബീഹുകളോടുകൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ചോദ്യം 3. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. ചോദ്യം 4. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാമെന്നുള്ളതാണ്. ചോദ്യം 1. പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം ഹിജ്റ 2ാം വർഷത്തിൽ. പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഹിജ്റ 2ാം വർഷത്തിൽ. ചോദ്യം 2. ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം ഏത്? ഉത്തരം ഗ്രഹണം തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നത് വരെ. ചോദ്യം 3. ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്തിന്? ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ്. ചോദ്യം 4. ജമാഅത്ത് നിസ്കാരത്തിൽ പുരുഷനായ ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ എവിടെ നിൽക്കണം? ഉത്തരം ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. ചോദ്യം 5. മസ്ബൂക്ക് ആരാകുന്നു? ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ്. ചോദ്യം 6. സഹ്വ് എന്നതിൻ്റെ വിവക്ഷ എന്ത്? ഉത്തരം നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ്. ചോദ്യം 7. കിടന്ന് നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ത്? റുക്കൂഉം സുജൂദും ശരിയായ നിലക്ക് ചെയ്യണം. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. നിസ്കാരത്തിൽ തുടർച്ചയുടെ ഷർത്തുകൾ. ഉത്തരം തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി തുടർച്ചയെ കരുതൽ. ഇമാമിനേക്കാൾ മടമ്പു കാൽ കൊണ്ട് മുന്താതിരിക്കൽ. ഇമാമിൻ്റെ പോക്കുവരവുകൾ മഅ്മൂം അറിയൽ. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മഅ്മൂം ഇമാമിനെ പിന്തുടരൽ. ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിൽ ഗുരുതരമായ ഭിന്നത വരുന്ന സുന്നത്തുകളിൽ മഅ്മൂമിനോട് യോജിക്കാതിരിക്കും.
ചോദ്യം 2, തുടരൽ കറാഹത്തുള്ളവർ. ഉത്തരം: ഫാസിഖ്, മുബ്തദിഅ്, വസ്വാസുള്ളവൻ, അർത്ഥവ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ. ഇവകളിൽ നിന്ന് 2 മാത്രമാണ് എഴുതേണ്ടത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. സലാത്തുൽ ജമാഅത്തി അഫ്ളലുൻ മിൻ സലാത്തിൽ ഫദ്ദി ബി27 ദറജ. ചോദ്യം 2, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ അഹദുക്കും അസ്സലാത്ത വൽ ഇമാമു അലാ ഹാലിൻ ഫല്യസ്നഅ കമാ യസ്നഉൽ ഇമാം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.